മുത്തേ ആശിക എന്താടാ മീൻ വെക്കാനെന്നില്ല എനിക്ക് മീൻ വെക്കാണ്ട് മുത്തേ ഞാൻ കേദറ് സൂതൊക്കെ മുറിക്കുമ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ വിചാരിക്കുന്നതാണ്. നല്ല കേദറാണ്. ഇതിപ്പോ പകുതി മുറിച്ചതാട്ടോ. ഇതിന്റെ ഒരു ബ്ലാക്ക് കളറിൽ മീറ്റ് കണ്ടോ. ഈ മീറ്റ് എന്ന് പറഞ്ഞാല് കൂടുതൽ ഈ മീൻ ഓക്സിജൻ ശ്വസിക്കുന്ന ഒരു മീനാണ്. മയോഗ്ലോബിൻ എന്ന ഒരു പ്രോട്ടീൻ കൂടുതലുള്ള ഒരു മീനും കൂടിയാണ്. അപ്പോൾ എന്താ പറയുക, ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള മീനാണ്. ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു മീറ്റാണ് ഈ കാണുന്ന റെഡ് മീറ്റ്. നമ്മൾ കൂടുതൽ ആളുകളും എന്താ ഇതുപോലത്തെ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന മീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ വൈറ്റ് മാത്രം കഴിക്കുക ചെയ്യാം. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം എന്താ പറയാ, ഇതിന്റെ ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മീറ്റാണ് ഈ റെഡ് മീറ്റ്. ഓക്കെ, അപ്പൊ എന്താ പറയാ, പല രാജ്യങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ബ്ലാക്ക് ഒഴിവാക്കിയിട്ട് ഇത് മാത്രം കഴിക്കുന്നത്. അതുപോലെ മീനിന്റെ സ്കിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ മീനിന്റെ ടേസ്റ്റ് പോയി. പിന്നെ പല രാജ്യങ്ങളും പല ആളുകളൊക്കെ ഒഴിവാക്കുന്നത് വെച്ചാൽ ഈ പുറത്തുനിന്ന് വരുന്ന ഈ മരുന്നടിച്ചിട്ട് വരുന്ന മീന്, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ചില ആളുകൾ എന്താകുന്നത് സ്കിന്ന് റിമൂവ് ചെയ്ത് കഴിക്കുന്നത്. ആ സ്കിന്ന് റിമൂവ് ചെയ്ത് ഞാൻ ഒരു മീനിന്റെ ടേസ്റ്റ് പോകും എന്നുള്ളതാണ്. പിന്നെ നമ്മളെപ്പോഴും മീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കറി വെച്ചിട്ട് അതല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് കഴിക്കുന്ന രീതിയുണ്ട്. ഈ ഒലിവ് ഓയിലൊക്കെ ചേർത്തിട്ട് പുഴുങ്ങി കഴിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോ എന്താ പറയാ, ഉറക്കത്തിൽ പോലും ശരീരം അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മീനുണ്ടെങ്കിൽ അത് കേദറാണ്. മീനുകളൊക്കെ ഉറക്കത്തിൽ കണ്ണ് തുറന്നിട്ട് നിന്നാലും അവർ ശരീരം അനങ്ങാതെ അവർക്ക് നിൽക്കാൻ കഴിയും. പക്ഷെ ഉറക്കത്തിൽ പോലും ശരീരം ഇളകിക്കൊണ്ട് നിൽക്കുന്നതാണ് ഈ കേദറ് അതല്ലെങ്കിൽ കേര എന്ന് പറയുന്ന ഈ മീനിന്റെ പ്രത്യേകത കേട്ടോ. അപ്പോ എന്താ പറയാ, ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മീന്. നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മീനാണ്. അപ്പൊ ഈ ഒരു റെഡ് മീറ്റ് മാക്സിമം ഒഴിവാക്കാതെ അത് കഴിക്കുക. അതിലാണ് ഇതിന്റെ എല്ലാ പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താ പറയാ, ഇതുപോലത്തെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വരാം. നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ പരിചയപ്പെടുത്തി തരാം. ഓക്കെ.